എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, മോനെ, മലക്കുകളുടെ ദുആ കിട്ടാനുള്ള ഏഴാമത്തെ എളുപ്പ വഴി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നടന്നു വന്നു, മലക്കുകളുടെ ദുആ കിട്ടി. പള്ളിക്കകത്ത് കയറിയിട്ട് നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരുന്നു, അപ്പോഴും മലക്കിന്റെ ദുആ കിട്ടി. എന്നിട്ട് റസൂലുള്ള പറയുകയാ, സലാം വീട്ടി കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഓടല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ. ആ നിസ്കരിച്ച മുസല്ലയുണ്ടല്ലോ, അവിടെ ഒരല്പം നേരം ഇരിക്കണേ, ആ മുസല്ലയിൽ തന്നെ ഇരിക്കണേ. ഇരിക്കുന്ന സമയം അത്രയും അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് നടന്നു വന്ന ദുആ കിട്ടും. പള്ളിക്കകത്ത് കയറിയിട്ട് ഇഖാമത്ത് കൊടുക്കുന്നത് വരെ കാത്തിരുന്നാലും ദുആ കിട്ടും. നിസ്കരിച്ചു സലാം വീട്ടി അവിടെ തന്നെ ഇരിക്കണം. നമ്മളോ സലാം വീട്ടി കഴിഞ്ഞാൽ ഭിത്തി ചാരാൻ വേണ്ടി എഴുന്നേറ്റ് പോകും. എടാ, നിസ്കരിച്ച് സുജൂദ് ചെയ്ത അതേ മുസല്ലയിൽ തന്നെ ഇരിക്കും ഒരു 5 മിനിറ്റ്. എന്താ ഇത്ര ധൃതി? എന്തിനാ ഇത്ര ധൃതി കാണിക്കണേ? ഒരു 5 മിനിറ്റ് നീ അവിടെ ഒന്ന് ഇരിക്കൊന്ന് ഉറച്ചിരിക്ക്. അല്ലാഹുവിന്റെ പള്ളിയല്ലേ, അല്ലാഹുവിന്റെ പള്ളിയല്ലേ. നിന്റെ മുൻഗാമികൾ, നിന്റെ ഉപ്പ, നിന്റെ ഉപ്പയുടെ ഉപ്പ ജീവിതത്തിൽ പ്രയാസം വന്നപ്പോ കള്ളിഷാപ്പിലല്ല പോയത്, ബീച്ചിലല്ല പോയത്, കൂട്ടുകാരുടെ കൂടെ കറങ്ങാനല്ല പോയത്. എടാ, നിന്റെ മുൻഗാമികൾ, നിന്റെ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോ അവര് പള്ളിക്കകത്താ വന്നിരുന്നത്. അവര് പരിഹാരം കണ്ടിരുന്നത് പള്ളിക്കകത്തിരുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് ബക്കറ്റ് എടുക്കാൻ കുറച്ചുകൂടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, 11:30 ആയില്ലേ? സുബ്ഹാനല്ലാഹ്, 11:30 ആയില്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരെണ്ണം കൂടെ കേട്ടിട്ട് പൊക്കൂടെ? ഒരെണ്ണം കൂടെ നിർത്തണോ പറയണോ? ഒന്ന് കൈപൊക്കി. ഇൻഷാ അല്ലാഹ് ഇനി ഇപ്പോഴെങ്ങും വഴുതില്ല ഇവിടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ളാളം മക്കാമിലെ ഉറൂസ് മാറ്റി വെച്ചു. ഇനിയിപ്പോ അജ്നമുൽ ഉറൂസിൽ മാത്രമേ ഉള്ളൂ അടുത്ത മാസം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു കുറച്ച് നേരം കൂടെ. എന്തായാലും അർദ്ധരാത്രിയിലെ ദുആയ്ക്ക് ഉത്തരവുണ്ടെന്നല്ലേ? അർദ്ധരാത്രി എന്ന് പറയണമെങ്കിൽ 12 മണിയാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് 12 മണിക്ക് പിരിയാം. ഇന്ന് ലാസ്റ്റ് ദിവസമല്ലേ? ഇരിക്കൂലേ? അല്ലാഹു നമ്മളെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്കേ. എന്താ പൊക്കലില്ലേ? ആ പൊക്കിയ കൈ പോക്കറ്റിട്ടെ, ആ പൊക്കിയ കൈ നേരെ പോക്കറ്റിയിട്. ഓസിന് കിട്ടുമോ നല്ല മരണം? ഓസിന് കിട്ടുമോ നല്ല മരണം? ഇങ്ങോട്ട് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇപ്പൊ ബക്കറ്റ് എടുക്കണ്ട, അവിടെ നിൽക്ക്, ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന 8ാമത്തെ വിഭാഗമാരാ. അള്ളാഹുവിന്റെ മലക്കുകളുടെ 8ാമത്തെ വിഭാഗം ദുആ കിട്ടുന്നവർ. നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. സുബഹിക്ക് വന്നതാ. സുബഹിക്ക് വന്ന മലക്കാണ് നിങ്ങളുടെ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ വേറെ പിരിവോ ഒന്നുമില്ല. ആകെ ഉള്ളത് ഈ ബക്കറ്റ് കളക്ഷന. ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്നൊരല്പം എടുത്തിട്ട് ആ ബക്കറ്റിന്റെ അകത്തിട്ടാൽ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും, അല്ലാഹ് ഉള്ളതിൽ പങ്കുവൻ കൊടുത്തു പടച്ചവനെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. മലക്ക് ദുആ ചെയ്യും. സിറാജല്ല ദുആ ചെയ്യുന്നത്, അള്ളാഹുവിന്റെ മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിന്നിട്ട് ദുആ ചെയ്യും, ഇവനെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, നീ രക്ഷപ്പെട്ടു. ബക്കറ്റ് മുന്നിൽ വരുമ്പോ ഉറക്കം തൂങ്ങിയ പോക്കറ്റിൽ പൈസ വെച്ചിട്ട് പൊട്ടം കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ചില ബിരുദന്മാര് ബക്കറ്റ് കൊണ്ടുവരുന്നവന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കും. ചിരിയും സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ സദക്കയല്ലട്ടാ. ബക്കറ്റ് മുന്നിൽ വരുമ്പോ നീ പൊട്ടം കളിച്ച തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് പറയും, അല്ലാഹുവേ നീ കൊടുത്ത ദീപം പിടിച്ചു വെച്ചു, ഈ പിടിച്ചു വെച്ചതുപോലെ നീയും അങ്ങ് പിടിച്ചു വെക്കണേ അല്ലാഹ്, നിന്റെ കാര്യത്തിൽ തീരുമാനമാകും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടണം.
മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടണം. അപ്പൊ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും ഉള്ളതിലൊരൽപ്പം അൽഹംദുലില്ലാഹ് അള്ളാഹു ആദരിച്ച ഒരു മഹാനിന്റെ ചാരത്താ നമ്മളുള്ളത്. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വലിയന്റെ ചാരത്താ ഉള്ളത്. ഇന്ന് അവസാനത്തെ ദിവസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു നല്ല സദഖ എടുക്കുക. ഏത് രോഗത്തിനെയും സദഖ തട്ടിമാറ്റും. എത്ര വലിയ പ്രയാസത്തിനെയും അള്ളാഹു തട്ടിമാറ്റും സദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദഖ കൊണ്ട് ചികിത്സിക്കാനാ പറഞ്ഞത്. നിങ്ങൾ സദഖ കൊണ്ട് ചികിത്സിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞ് ഒരിക്കലും കുറയില്ല. കൊടുത്തെന്ന് പറഞ്ഞ് ഒരിക്കലും കുറയില്ല. എല്ലാവരും നല്ല മനസ്സോടുകൂടി അല്ലാഹുവേ മരിക്കുമ്പോ എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കണം. അല്ലാഹ് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം സ്വർഗം കണ്ടിട്ട് മരിക്കണം. ആ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ വേണ്ടിയുള്ള ഒരു സദഖ. അൽഹംദുലില്ലാഹ് എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊന്ന് കൈയെടുത്തേ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ റബ്ബേ, ആരെല്ലാം ഒരു നല്ല സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ ആദരിച്ച ഒരു മഹാനിന്റെ ഉറൂസ അല്ലാഹ്, അവനെ കുറിച്ച് പറയുന്നത് പോലും ഇബാദത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ക്യാൻസർ പോലെ, ട്യൂമർ പോലെ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അടുക്കലു ഈ സദഖ കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിലോ അറുത്തു മുറിക്കുന്ന രോഗങ്ങളൊക്കെ നീ കരിച്ച് കളയണേ അല്ലാഹ്. ഒരു ചെറിയ പനിയാക്കി മാറ്റണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അദാ അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാദാമ ഫീ മുസല്ലാ അല്ലദീ സല്ലാ ഫീഹി മാ ലം യുഹദിസ് തഖൂലു അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരികയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ നമസ്കാരം കഴിഞ്ഞ നിസ്കാരപ്പായിലിരുന്നാൽ അവനാ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യന്റെ പാപം പൊറുക്കാൻ, ആ മനുഷ്യന്റെ പാപം പൊറുക്കാൻ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരുമ്പോ 9ാമത്തെ കാര്യമെന്താ? മലക്കുകളുടെ ദുആ വേണോ? മലക്കുകളുടെ ദുആ വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ 9ാമതായി പറഞ്ഞു തരികയാ. ഇന്ന് വഅദുകളിൽ നീ മജ്ലിസിലിരുന്ന് തൗബ ചെയ്തിട്ട് എല്ലാവരും നമ്മളുടെ വീടുകളിലേക്ക് കടന്നു പോകുകയാ. ഇന്നിവിടെ വഅദുകളിന്നിട്ട് എന്ത് മറന്നാലും ഈ നന്മ മറക്കല്ലോ, എന്ത് മറന്നാലും ഈ നന്മ നീ മറക്കല്ലോ. ഇന്ന് നിന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരികയാ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീടിനകത്തേക്ക് കടന്നു വരുന്ന ദിവസമാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അൻബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതൈത മൽജഅക ഫതവല്ല ഔദുഅക ലിസ്സലാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ന് വഅദുകളിൽ ഇവിടെ പിരിഞ്ഞു പോവുകയാണ്. വീട്ടിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ചു, എല്ലാ പണികളും അവസാനിച്ചു, അവസാനം കിടന്നുറങ്ങാ സമയമായി. കിടപ്പറയിലേക്ക് നിങ്ങൾ കിടക്കുമ്പോ, കിടപ്പറയിലേക്ക് കിടന്നുറങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ കടന്നു ചെല്ലുമ്പോ ഒന്ന് കൊടുക്കണേ ചെറുപ്പക്കാരാ, ഒന്ന് ഒന്നുപെടുക്കണേ ഉപ്പാ,
ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങണേ, ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങണേ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒതുവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാ. അല്ലാഹുവേ, നീ നിന്റെ ഭാര്യയുടെ കൂടെ, നീ നിന്റെ മക്കളുടെ കൂടെ, നീ നിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോ തലയുടെ മുമ്പിൽ ഒരു മലക്ക് വന്ന് നിന്നിട്ട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, ഈ മനുഷ്യനെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഈ മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, ഇവനോട് കരുണ കാണിക്കണേ അല്ലാഹ്, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. ഉറങ്ങിയാലും ഇബാദത്താ, ഉറങ്ങിയാലും ഇബാദത്തിന്റെ കൂലിയാ. ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങണേ വാപ്പാ, ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങണേ വാപ്പാ. കാരണം ഒതുവെടുക്കാതെ ഉറങ്ങരുത്, ഒതുവെടുക്കാതെ ഉറങ്ങരുത്. കാരണം ഉറക്കമെന്ന് പറയുന്നത് മരണമാ. അല്ലാഹുവേ, ഉറക്കമെന്ന് പറയുന്നത് മരണമാണ്. നിനക്കതറിയണമെങ്കിൽ രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ നീ പറയുന്നു അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരിച്ചു കിടന്ന എനിക്കൊരു ദിവസം കൂടെ ജീവിക്കാൻ എനിക്ക് അവസരം നൽകിയല്ലോ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങുമ്പോ ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങണേ. ഈ കിടന്നുറങ്ങുന്ന രാത്രി എങ്ങാനും നീ മരിച്ചു പോയാൽ എത്ര വലിയ ഭാഗ്യവാനാ ചെറുപ്പക്കാരാ. മോനെ, നിനക്കല്ല തരുന്ന ഭാഗ്യമെന്തെന്നറിയുവോ? ഒരാള് മുതുവില്ലാതെ കിടന്നുറങ്ങരുത്, ഒരാള് മുതുവില്ലാതെ കിടന്നുറങ്ങരുത്. ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ ആ കിടപ്പിലെങ്ങാനും കിടന്നു മരിച്ചു പോയാൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവർക്ക് ഒതുവെടുത്തു കൊടുക്കുന്നത് എന്തിനാ ഉപ്പാ? വെറുതെ അല്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് വഹിയുമായിട്ട് കടന്നു വന്ന മലക്ക് മുഖറബുൽ അമുലാക്ക് മലക്ക് ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്കിനെ നീ കണ്ടിട്ടുണ്ടോടാ ചെറുപ്പക്കാരാ? വാപ്പമാരെ, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ. ഇവർക്കെല്ലാവർക്കും വഹിയുമായിട്ട് കടന്നു വന്ന മലക്കല്ലേ ജിബ്രീല്? എല്ലാ പ്രവാചകന്മാരുടെ മുന്നില് വഹിയുമായിട്ട് കടന്നു വന്ന മലക്കല്ലേ മുഖറബുൽ അമുലാക്ക് മലക്ക് ജിബ്രീൽ. ഈ മലക്കിനെ നിനക്ക് കാണണോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ജിബ്രീലിന്റെ രൂപം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് പോലും അത്ഭുതപ്പെട്ടില്ലേ? അവിടത്തെ ചിറകുന്ന് വിടർത്തിയപ്പോ ഈ പ്രപഞ്ചം മുഴുവനും അടഞ്ഞു പോയില്ലേ? ആ ജിബ്രീലിനെ കാണണോ? റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്ത് വന്ന മുത്തുനബിയെ സമാധാനിപ്പിച്ച റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞപ്പോ മുത്തുനബിയുടെ ചാരത്തെ കൂടി വന്ന ജിബ്രീലിനെ കാണണോ? എന്റെ ചെറുപ്പക്കാരാ, രാത്രി കിടന്നുറങ്ങുമ്പോ മോശമായ വീഡിയോ കാണുന്നവരുണ്ടല്ലോ, മോനെ പാട്ട് കേട്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, മോശമായ ചിത്രങ്ങൾ കാണുന്നവരുണ്ടല്ലോ. എടാ, കിടപ്പിലെങ്ങാനും കിടന്നു മരിച്ചു പോയാ അവസാനമായി കണ്ടതെന്താടാ? അവസാനമായി ചെയ്തതെന്താ മോള്? നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ നിർത്തിയ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെയാ. അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ചെറുപ്പക്കാരോട് പറയുകയാ, ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ. അതുകൊണ്ട് മരിക്കാൻ കിടക്കുമ്പോ ഒതുവെടുത്തിട്ട് കിടക്കണേ.
അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആ കിടപ്പിൽ ഇങ്ങനെ കിടക്കുമ്പോ ഇബാദത്തിന്റെ കൂലിയോ. മലക്കുകൾ നീ ഉണരുന്നത് വരെ ദുആ ചെയ്യുകയോ. അതുമാത്രമല്ല, ആ കിടപ്പിൽ കിടന്നു മരിച്ചു പോയാ കൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുമല്ലോ. ഒരാള് കൂടെ വരുവടാ ചെറുപ്പക്കാരാ, ഒരാള് കൂടെ കടന്നു വരികയാ. ഒന്നുകൂട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാമടാ പൊന്നുമോനെ. അതുകൊണ്ട് ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങാവോ. ആ കിടപ്പിൽ കിടന്നു മരിച്ചോ. ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീ മരണപ്പെടുന്നത്. അതുമാത്രമല്ല, ജിബ്രീലിനെ കണ്ടു മരിക്കാറുള്ള ഭാഗ്യവാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മലക്കുകളുടെ ദുആ വേണോ. ഒമ്പതാമത്തെ സൽക്കർമ്മം എന്തെന്നറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യന് ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ അവൻ ഉണരുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ അവന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് അവന് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ മലക്കുകളുടെ ദുആ കിട്ടുന്ന 10ാമത്തെ വിഭാഗമാരാ. ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ മിൻ അബ്ദിൻ യുസല്ലി അലയ്യ ഇല്ല സല്ലത അലൈഹിൽ മലായിക. ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരാൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ മലക്കുകൾ അയാൾക്ക് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ, പ്രവാചകന്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് പറഞ്ഞാൽ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയണം. നമുക്ക് പേര് പറയുമ്പോ പോലും പറയാൻ മടിയാ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മുത്തുനബി അവിടെ നിന്ന് ശപിച്ചിട്ടുണ്ട്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുത്തുനബിയുടെ പേര് പറയുമ്പോ സലാത്ത് പറയണം. അത് പ്രവാചക പ്രണയത്തിന്റെ, അവിടുത്തെ സ്നേഹത്തിന്റെ ഒരടയാളമാണ്. നമുക്ക് മടിയ എന്തിനാ സഹോദരങ്ങളെ നമ്മൾ മടി കാണിക്കണം? നമ്മൾ ആ മുത്തുനബിയല്ലേ കൊണ്ടുപോകാനുള്ളൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ പ്രവാചകനല്ലേ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തുള്ളൂ. ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറ. 100, 1000, 10,000 എന്തിനാ മടി കാണിക്കണേ? അതിന് പൈസ ചെലവൊന്നുമില്ലല്ലോ. ചുമ്മാതെ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറ. അള്ളാന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കില്ലേ? ഭാര്യ സ്നേഹിച്ചില്ലെങ്കിലും, മക്കള് സ്നേഹിച്ചില്ലെങ്കിലും, കുടുംബക്കാര് സ്നേഹിച്ചില്ലെങ്കിലും മലക്കുകൾ സ്നേഹിക്കില്ലേ? മലക്കുകൾ സ്നേഹിക്കുന്ന മനുഷ്യനാകണ്ടേ, മലക്കിന്റെ ദുആ കിട്ടുന്ന മനുഷ്യനാകണ്ടേ. നിന്നെക്കാളും ഭാഗ്യവാനാരാ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളുടെ 3 പേര് എന്തിനാ നിക്കണേ? ഇരിക്കറോ പോയിരുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ നിൽക്കണില്ല, നിങ്ങളൊക്കെ ഇരിക്കും. നിങ്ങൾ ഇരിക്കറോ ഇങ്ങോട്ട് നോക്ക്. അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്നവരാകണം.
എടാ, ഭാര്യയും മക്കളും കൂട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും സ്നേഹിച്ചില്ലെങ്കിൽ സ്നേഹിക്കേണ്ട, പോട്ടെ. ഒന്നീ പണം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ലേ. പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ പിന്നെ കൂത്തുകാരൻ മാത്രമാ. ATM പൈസ ഉണ്ടെങ്കിൽ കാവൽക്കാരൻ നിൽക്കൂലേ? പറ മനുഷ്യന്മാരെ, നിൽക്കൂലേ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ATM പൈസ ഉണ്ടെങ്കിൽ കാവൽക്കാരനുണ്ട്, എടുക്കാൻ ആളുണ്ട്. പൈസ ഇല്ലെങ്കിലോ ഓനുമില്ല, ആളുമില്ല, നായി കയറി കിടക്കോടെ. എടാ, പണം ഉണ്ടെങ്കിൽ നിന്റെ കൂടെ ആളുണ്ട്, ഇല്ലെങ്കിലോ ആർക്കും നിന്നെ വേണ്ട. കൂടെ കടന്നവർക്ക് പോലും വേണ്ട. നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യയ്ക്ക് പോലും നിന്നെ വേണ്ടതാകുന്നു, മക്കൾക്ക് വേണ്ടതാകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു മനുഷ്യൻ, കണ്ണൂർ ജില്ലയിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആയുസിന്റെ 10-27 കൊല്ലം തന്റെ ഭാര്യക്കും തന്റെ മക്കൾക്കും പ്രവാസ ലോകത്ത് കിടന്ന്, മരുഭൂമിയിൽ കിടന്ന്, കുബൂസും വെള്ളവും തിന്നിട്ട് പട്ടിണി കിടന്നിട്ട് കുടുംബത്തിന് വേണ്ടി കൊടുത്തു. അവസാനം വയസ്സാം കാലത്ത് വീട്ടിലേക്ക് വന്നപ്പോ ആ മനുഷ്യന്റെ മയ്യത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാ കിട്ടിയത്. ഒരു പായിക്കകത്ത് പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ചിത്രം കാണാം 2 ദിവസം മുമ്പ്. അല്ലാഹുവേ, ഒരു മുസ്ലിമായ സഹോദരൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ, അദ്ദേഹത്തിന്റെ മയ്യത്ത് പോലും വികൃതമായി അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാര് പറയുകയാ, ഇദ്ദേഹം മരിക്കാനുള്ള കാരണം ദിവസങ്ങളായി ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട്. അദ്ദേഹത്തിന്റെ കുടുംബക്കാര് കൊടുത്തില്ല, അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അദ്ദേഹം ആ വീടിനകത്ത് പട്ടിണി കിടന്നിട്ട് മരിച്ചു. നമ്മുടെ ഈ കേരളത്തിൽ എവിടെയാ നമ്മുടെ ഉമ്മത്തിന്റെ പതനം എവിടെയെത്തി എന്ന് ചിന്തിച്ചു നോക്ക്. വാപ്പ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു ഗതി വന്നപ്പോ എന്തുകൊണ്ട് മക്കള് തിരിഞ്ഞു നോക്കുന്നില്ല? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയെത്രയോ സംഭവങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് തിരിയുന്നില്ല? എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും മക്കൾ ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്താൽ നല്ല വാപ്പ, കൊടുത്തില്ലെങ്കിലോ മക്കൾ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കണം. കൊടുക്കുവാണെങ്കിൽ നല്ല വാപ്പ, ഇല്ലെങ്കിൽ എന്നോട് സ്നേഹമില്ല. മൊബൈൽ ചോദിക്കുമ്പോൾ മേടിച്ചു കൊടുക്കണം, ലാപ്ടോപ്പ് വേണമെങ്കിൽ മേടിച്ചു കൊടുക്കണം, കീറിയ പാൻറ് വേണമെന്ന് പറഞ്ഞാൽ മേടിച്ചു കൊടുക്കണം, മുടി വെട്ടണ്ട മോനെ വളർത്തണം, എല്ലാത്തിനും. അതാണ് സ്നേഹം. നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ഒരു 50 വയസ്സ് പ്രായമുള്ള ഉപ്പ, നീ നിന്റെ ഉപ്പാനെടുക്ക പോയിട്ട് പറയൂ, എനിക്ക് മൊബൈല് വേണം, വാങ്ങിച്ചു തന്നില്ലെങ്കിൽ കരയുവോ? കരയില്ല. കാരണം എന്തറിയാ? നിനക്കറിയാ നിന്റെ വാപ്പായിക്ക് 500 രൂപയാ കിട്ടുന്നത്. നിന്റെ ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല എന്ന് എനിക്കറിയാം. ഞാനിപ്പോഴും എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ പെരുന്നാളിൻ്റെ അന്ന് പുതിയ വസ്ത്രം ധരിക്കാറില്ല. ഇന്ന് ഞാൻ പുതിയ വസ്ത്രം പെരുന്നാളിന് ധരിക്കാറില്ല. എന്തുകൊണ്ടാ? എൻ്റെ വാപ്പാടെ മുന്നിൽ ഒരു പെരുന്നാളിന് ഞാൻ പോയിട്ടൊരു പുതിയ വസ്ത്രത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പാടെ മുന്നിൽ എല്ലാവരും പുതിയ വസ്ത്രം ഇടുന്നത് കണ്ടപ്പോ ഞാൻ പോയി കരഞ്ഞിട്ടുണ്ട്. ഉപ്പായ്ക്ക് വാങ്ങിത്തരാൻ പൈസ ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ആ ഓർമ്മയിൽ ഇന്നും വൈരാഗ്യമൊന്നുമല്ല, ഉപ്പയോടുള്ള പ്രതിഷേധമൊന്നുമല്ല. പെരുന്നാളിൻ്റെ അന്ന് പുതിയ വസ്ത്രമിടൽ സുന്നത്താ, എങ്കിലും ഞാൻ ഇടാറില്ല. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു സ്മരണ. നമുക്ക് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. നമ്മൾ പണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഉമ്മമാർ, ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കണം, നമ്മുടെ ഉമ്മമാര് പണ്ട് ഭക്ഷണം കഴിക്കുമ്പോ വെള്ളപ്പാത്രത്തിനകത്തിട്ട് ഇങ്ങനെ കോരും ചോറ് കിട്ടാൻ. ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുമ്പോ താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിൽ ഇട്ട് തന്നിട്ട് ഉമ്മ പറയും, മോനെ ഇതേ ഉള്ളടാ, കളയാതെ തിന്നു മോനെ എന്ന് പറഞ്ഞ് നമ്മുടെ ഉമ്മ നമ്മളെ തീറ്റിക്കും. ഇന്നോ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പേര് ഇന്നത്തെ ഈ ചെറിയ മക്കള് കഞ്ചാവ് കച്ചവടം നടത്തുന്നില്ലേ, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നില്ലേ? എന്തുകൊണ്ടാ മക്കൾ ഇങ്ങനെ ആയിപ്പോയെ? എന്ത് ചിന്തിക്കാത്ത നിങ്ങൾ? ഈ ചെറിയ 18ഉം 20ഉം വയസ്സുള്ള മക്കള് കഞ്ചാവ് കച്ചവടം നടത്തി പിടിക്കുന്നു, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു. എന്തിനാപ്പ? പൂഴിക്ക് രാത്രി ഉറക്കം ഒഴിഞ്ഞിട്ട് എസ്കോട്ട് പോകുന്നില്ലേ? ഉറക്കമുണ്ടോ രാത്രി? നമ്മളൊക്കെ 10 മണിക്ക് വീടിനകത്ത്, ഓർത്തു നോക്കിയ 9 മണി കഴിഞ്ഞ റമളാൻ മാസം വരണപ്പെടാ ഒന്ന് വീടിന് വെളിയിൽ ഇറങ്ങണമെങ്കിൽ. റമളാൻ വരണ വിശാ കഴിഞ്ഞ് വീടിന് വെളിയിൽ ഇറങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ വല്ല വഴുത് വരണം.
10 മണിക്കൊന്നും നമ്മൾ വീടിന് പുറത്ത് നിന്നിട്ട കാലമില്ല. ഇന്ന് 2 മണിയായാലും 3 മണിയായാലും ചെറുപ്പക്കാർ റോഡില്ല. എന്തുകൊണ്ടെന്നറിയോ? ഈ ഉമ്മമാര് മക്കളോട് പറഞ്ഞു കൊടുക്കും, പണമുണ്ട്, പണം വേണം, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം, പൈസ ഉണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റും. ഇങ്ങനെ ഈ കൊച്ചു മക്കളോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവർക്ക് പണത്തിനോടുള്ള ആർത്തി കുത്തിവെച്ചു കൊടുത്തത് നിങ്ങളാ. ഈ കൊച്ചു മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് അവർക്ക് മനസ്സിലായി പണം ഉണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ മക്കൾ എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ കഞ്ചാവ് കച്ചവടം നടത്തുന്നത്, ഈ മോശമായ വഴികൾ സ്വീകരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അത്യാർത്തി കൊണ്ടാണ്. നിങ്ങൾ എന്തേത് മനസ്സിലാക്കാത്ത? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു സഹാബിയെ പോലെ ആകണം ഉപ്പ. ഒരു ഉപ്പ എങ്ങനെ ആകണമെന്നറിയോ? അബൂദർ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും അടുത്തു വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, എന്റെ കയ്യിൽ ഒന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കരുതി വെച്ചിട്ടില്ല. എനിക്കൊരു സ്വഭാവമുണ്ട്, ഒന്നും ഞാൻ കരുതി വെക്കാറില്ല, എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും, അതെന്റെ സ്വഭാവമാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറഞ്ഞു കൊടുത്തു, എന്റെ അവസ്ഥ എന്തെന്നറിയോ? ഞാൻ ഇന്ന് മരിച്ച എന്റെ മയ്യത്ത് പൊതിയാനുള്ള തുണി വാങ്ങാൻ പോലും 1 രൂപ എന്റെ അടുത്തില്ല. കഫൻ തുണി വാങ്ങാനുള്ള 1 രൂപ പോലും എന്റെ അടുത്തില്ല. മക്കളെ, കീറാത്ത ഒരു വസ്ത്രം ഈ വീടിനകത്തില്ല. അത്രയും പാവപ്പെട്ടവനാ നിങ്ങളുടെ വാപ്പ. എന്നിട്ടും പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് കൊണ്ടുപോയി വഴിയിൽ വെക്കണം. ഉംറ കഴിഞ്ഞു വരുന്നവരെ കണ്ടാ പറയണം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയ കഫൻ തുണി വാങ്ങാൻ പൈസയുമില്ല, തുണിയില്ല, ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് ഖബറടക്കാൻ പറഞ്ഞാ മതി. അതാ വാപ്പ. ഒന്നുമില്ലെങ്കിലും ഞാൻ ജോലി ചെയ്ത് ഞാൻ പഠിച്ചിരുന്ന തിരുവനന്തപുരത്ത് പോയിട്ടുള്ളവർക്കറിയാം, കടുവാ പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. വലിയൊരു മഹാന്റെ ഖബറിടമുണ്ട് കടുവയിൽ. തങ്ങളുപ്പ അള്ളാഹു അവിടുത്തെ ഖബർ, അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ അറിയപ്പെടുന്ന വലിയ മഖാമ. ഇവിടുത്തെ ഒരു പ്രിയപ്പെട്ട ഉസ്താദ്, ഹിഫ്ള് പഠിപ്പിക്കുന്ന ഹാഫിദായ ഉസ്താദ്, തന്റെ കുടുംബത്തിലെ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് തന്റെ വീട്ടിൽ പോയി. കല്യാണത്തിന്റെ തലേ ദിവസം പെട്ടെന്നൊരു നെഞ്ചുവേന എടുത്തു. ഉസ്താദ് അവറുകൾ അവസാനം മനസ്സിലായി സുഖമില്ല എന്ന്. അവസാനം തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചു, മക്കളെയും പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, വാടക വീട്ടിലാ കിടക്കണതൊന്നുമില്ല, ഞാൻ ഇന്നുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, വാടക വീട്ടില്ല. എന്റെ മക്കളെ നീ നോക്കിക്കൊള്ളണം നല്ലതുപോലെ, എന്റെ മക്കളെ നീ നല്ലതുപോലെ നോക്കണം, വിഷമിക്കരുത്, അള്ളാന്റെ തീരുമാനമാ, റബ്ബ് നിന്നെ കൈവിടൂല. എന്റെ പ്രിയപ്പെട്ടവൻ, അങ്ങനെ ഈമാനുള്ളവൻ അബൂദർ റളിയല്ലാഹു തആല അൻഹു മക്കളോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ചെയ്താൽ മതി. ആ മക്കൾ അതുപോലെ തന്നെ ചെയ്തു. മയ്യത്ത് കുളിപ്പിച്ചിട്ട് വഴിയിൽ കൊണ്ടുവച്ചപ്പോ സ്വഹാബികൾ അവിടെ നിന്ന് കടന്നു വന്നു. ജനങ്ങൾ ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്നു. വാപ്പയുടെ മയ്യത്തിന്റെ ചാരത്ത് നിന്നിട്ട് മക്കൾ പറഞ്ഞു കൊടുത്തു, ഞങ്ങളുടെ ഉപ്പയാ, മുത്തുനബിയുടെ സഹാബിയ സൽമാൻ തങ്ങൾക്ക് അത്ഭുതമായി, ആരാ അല്ലാഹ് ഇത്രയും ദരിദ്രനായ സഹാബി, കഫൻ തുണി പോലും ഇല്ലാത്ത ഇത്രയും പാവപ്പെട്ടവനായ സഹാബിയാരാ? സൽമാന് തങ്ങൾ ഇങ്ങനെ മുഖത്തിട്ടിരുന്ന തുണി ഉയർത്തിയപ്പോ മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങൾ ഇങ്ങനാകണം ഉപ്പ. നിന്റെ ജോലി എന്താ, നിന്റെ ശമ്പളം എന്താ, നിന്റെ മക്കൾക്കറിയണം. അപ്പൊ നിന്റെ മക്കൾ വാശിയും വൈരാഗ്യവും കളയും. ഉപ്പയുടെ അവസ്ഥ എന്താണെന്ന് നിന്റെ മക്കൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു വന്നത്, ഇത് നിങ്ങൾക്കൊരു പാഠമാണ്. പണം മാത്രം മതി നമ്മുടെ ഭാര്യക്കും നമ്മുടെ മക്കൾക്കും. അതാണ് ഏറ്റവും വലുതായി കാണുന്നവർ. അതുകൊണ്ടാണ് ഉപ്പ പട്ടിണി കിടക്കുമ്പോ ഏത് മക്കൾക്ക് സഹിക്കും? ഭാര്യയ്ക്ക് തോന്നിയില്ലെങ്കിലും സ്വന്തം വാപ്പ പട്ടിണി കിടന്നിട്ട് മരിച്ചു പോകുമ്പോ, അടുത്ത വീട്ടിനകത്ത് ഉപ്പ മരിച്ചു കിടന്നിട്ട് ദുർഗന്ധം അടിക്കുമ്പോ പോലും ഒന്ന് പോയി നോക്കാൻ മനസ്സില്ലാതെ വരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്നവരാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ നിർത്തുകയാ. നമുക്കൊരു 10 സ്വലാത്ത് പറയാം. ഒരു 10 സ്വലാത്ത് പറയാം. ആ 10 സ്വലാത്ത് പറയുന്നതിലുള്ള നേട്ടം എന്താ? എന്നീ ഉറൂസിന്റെ അവസാന ദിവസം ഇവിടുന്ന് സ്വലാത്ത് പറഞ്ഞ് പിരിയുമ്പോ എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ? പടച്ചവനെ, ഇങ്ങനെ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് പിരിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ, അല്ലാഹുവേ, അറിയുവോ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ
പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അദാ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരുണ്ടല്ലോ, എനിക്കവരെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. എനിക്കവരോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ. എന്നിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ, ഞാനവരുടെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ നബിയേ? ഞാനവരുടെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അതാ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാണ് റൂഹ് പിടിക്കേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകര് അങ്ങയുടെ പേര് സ്വലാത്ത് പറയുന്നവരുടെ റൂഹ് പിടിക്കുന്ന രംഗം എങ്ങനെയാ? ചെറുപ്പക്കാരാ, വേദനയല്ലേടാ, മരണത്തിന് വല്ലാത്ത വേദനയല്ലോ. മരിച്ചവരാരും വന്ന് പറഞ്ഞിട്ടല്ല, മരണത്തിന് വേദനയുണ്ടെന്ന് നീ വിശ്വസിക്കുന്നവനാ, മരണത്തിന് വേദനയുണ്ടെന്ന് നീ വിശ്വസിക്കുന്നവനോ? ഈ വേദനയുണ്ടെന്ന് മരിച്ചു പോയിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞതല്ല, വേദനയുണ്ടെന്ന് പറഞ്ഞതാരെന്നറിയോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിനൊരു വേദനയുണ്ടെന്ന് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ എന്റെയും നിന്റെയും രക്ഷിതാവായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബാ പറഞ്ഞു തന്നിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞതാരാ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. ആയിഷ, ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. എന്തേ ചിന്തിക്കാത്തത്? അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? ഇസ്രായേൽ പറയുന്നു, നബിയേ അവൻ എന്റെ കൂട്ടുകാരനാണ് നബിയേ, എനിക്കവനെ സ്നേഹമാണ് നബിയേ, അവനെ ഞാൻ വേദനിപ്പിക്കില്ല നബിയേ. അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയോ? ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ദാവൂദ് നബിയുടെയും യാക്കൂബ് നബിയുടെയും യൂനുസ് നബിയുടെയും യൂസുഫ് നബിയുടെയും ഹാറൂൻ നബിയുടെയും അയ്യൂബ് നബിയുടെയും യാക്കൂബ് നബിയുടെയും എന്തിനാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലേ പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കുന്നത് പോലെയാ ഞാനവനെ വേദനിപ്പിക്കില്ല നബിയേ, മരണവേദന കുറയ്ക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ നിന്റെ മരണവേദന കുറയുകയാ. ഇസ്രായേലാണ് പറയുന്നത്, പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ ഞാൻ റൂഹ് പിടിക്കും നബിയേ. നിന്നെ ഇസ്രായേലിന് ഇഷ്ടമാടാ ചെറുപ്പക്കാരോ, ചെറുപ്പക്കാരോ, നിന്നെ ഇസ്രായേലിന് വല്ലാത്ത ഇഷ്ടമാ. മീകായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുന്ന നബിയേ എനിക്കും ഇഷ്ടമാണ് നബിയേ, എനിക്കും അവരോട് സ്നേഹമാണ് നബിയേ. എന്തെന്നറിയുമോ? അവര് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ
അള്ളാന്റെ കോടതിയിലേക്ക് ആ ചെമ്പിന്റെ തറയുണ്ടല്ലോ, എന്തൊരു ചൂടാടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ചെമ്പിന്റെ തറയില് ചെരുപ്പില്ലാതെ ഉടുതുണിയില്ലാതെ നഗ്നരായിട്ട് ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ചൂടുള്ള നാളുണ്ട് ഖിയാമം നാളാ, പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തന്നു ചെന്ന കോള. ഈ പരലോകത്ത് നീ ഇങ്ങനെ നിൽക്കുമ്പോ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, അന അസ്ഖീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്. വല്ലാത്ത ദാഹമല്ലേ, ഹൗദുൽ കൗസറിലെ വെള്ളമുണ്ടല്ലോ, ഞാൻ കൊടുക്കും നബിയേ, ഞാൻ കുടിപ്പിക്കും നബിയേ, ഞാനവനെ ആ ചാരത്ത് കൊണ്ടുവരും നബിയേ. ജീവിതത്തിൽ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദ്രാഹിക്കാത്ത ആ കൗസർ എന്ന് പറയുന്ന പാനീയമുണ്ടല്ലോ, എന്ന് പറയുന്ന മലക്ക് പറയുകയാ, അനാ അസ്ഖീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്, ഞാൻ കുടിപ്പിക്കും നബിയേ. മൂന്നാമത്തെ മലക്കേതാ? ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, നിന്നെ സ്നേഹിക്കും ബാപ്പാ, നിന്നെ സ്നേഹിക്കും ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ സൂറെന്ന് പറയുന്ന കാകടത്തിലൂതുന്ന ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കു നിന്നെ മറക്കൂല. നിന്നെ വല്ലാത്ത ഇഷ്ടമാ, നിന്നോട് വല്ലാത്ത സ്നേഹമാ. ഈ മലക്ക് ചെയ്യുന്നത് എന്തെന്നറിയോ? നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, ജനങ്ങള് കരയുകയാണ്, ജനങ്ങള് കരയുകയാ, ജനങ്ങളെ നിലവിളിക്കുകയാ, യാ വൈലതാ യാ ഖസ്റതാ. സ്വന്തം മക്കൾ അല്ലാഹുവോട് പറയുകയാ, ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്നു അല്ലാഹ്, എന്റെ ഉമ്മാനെ ഒന്നും മലത്തിക്കിടത്തി തന്നെങ്കില് നെഞ്ചത്ത് കേറി നിൽക്കാനാ അല്ലാഹുവേ. എന്റെ പാപങ്ങൾ മുഴുവനും എന്റെ വാപ്പയുടെ തലയിൽ കെട്ടിവെക്ക്, പാടെ നന്മയെടുത്ത് എനിക്ക് തന്നിട്ട് ഇവരെ നരകത്തിൽ വലിച്ചെറി, എനിക്ക് സ്വർഗം തരണേ എന്ന് പൊന്നുമക്കള് പറയുന്ന ഒരു ദിവസമുണ്ട്. ഒരാളും തിരിഞ്ഞു നോക്കൂല, കൈ സംസാരിക്കുകയോ കാല് സംസാരിക്കുകയോ, അല്ലാഹുവേ, നാവൊടിച്ച് ശരീരത്തിന്റെ അവയവങ്ങൾ സംസാരിക്കുന്ന ദിവസമോ. ആ പരലോകത്ത് ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാതെ അല്ലാഹുവിന്റെ കോടതിയിൽ നീ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ കിടക്കുകയോ, റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സുജൂദിൽ കിടന്ന് കരയുകയാ, അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫഉ റസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പടച്ച റബ്ബിന്റെ അർശിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുകയാണ്. എഴുന്നേക്ക് ഇസ്രാഫീൽ, എന്തിനാ കരയുന്നു, എന്തിനാ കരയുന്നു? അല്ലാഹുവേ, മുത്തിനെ
നബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ഈ പെണ്ണുണ്ടല്ലോ, ഇവൾക്ക് പുറത്തു കൊടുക്കാതെ, ഇവൾക്ക് സ്വർഗം കൊടുക്കാതെ അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ മലക്കുകളെ സ്നേഹിച്ച അങ്ങനാ, അല്ലാഹുവിന്റെ മലക്കുകളെ സ്നേഹിച്ചാൽ അങ്ങനാ. ഇസ്രാഫീൽ പറയുന്നു, എഴുന്നേക്കില്ല റബ്ബേ, പൊറുക്കണമല്ലോ, പുറത്തു കൊടുക്കണമല്ലോ, കരുണ കാണിക്കണമല്ലോ, സ്വർഗം കൊടുക്കണമല്ലോ. പറയാതെ എഴുന്നേക്കില്ല അല്ലോ. ഇസ്രാഫീൽ അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുകയാ. മോനെ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കും ഇഷ്ടമാണ് നബിയേ, എനിക്കും സ്നേഹമാണ് നബിയേ, അവനെ ഞാൻ മറക്കൂല, അവനെ ഞാൻ മറക്കൂല. നാളെ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുന്നിലെത്തി, സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുന്നിലെത്തിയുകയാണ്. ആ ഭയാനകമായ സിറാത്ത് ഇല്ലാത്ത ഇഷ്ടമാ. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ലെങ്കിൽ പിന്നെ എന്നാ സഹോദര? പണ്ടൊക്കെ വഴുത് കേൾക്കുമ്പോ പണ്ടത്തെ വഴുതിന്റെ സദസ്സിലേക്ക് ചിരിച്ചു കൊണ്ടുവരുന്നവർ വഴുത് കഴിഞ്ഞ് പോകുമ്പോ കരഞ്ഞുകൊണ്ടുപോകും. ഇന്ന് കരഞ്ഞുകൊണ്ട് വരുന്നവനും വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ചിരിച്ചോണ്ടാ പോകുന്നു. അതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് പറയുന്നവനും കേൾക്കുന്നവനും ഒന്നും ഒരു മാറ്റമില്ലാതെ വരുന്നു. അതുകൊണ്ട് നമുക്ക് നന്നാകാം, ഒരു നല്ല തീരുമാനമെടുക്കാം. അല്ലാഹുവേ, ഇനി മുതൽ മാറും, എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, എനിക്കൊരവസരം താ അല്ലാഹ്. ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, ഒരവസരം കൂടെ എനിക്ക് താ എന്ന് ഈ ദുനിയാവിലെ സ്വർഗത്തിലിരുന്ന് ഈ മക്കാമാർത്ഥമായി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളുടെ തൗബ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ഈ പോകുന്ന വഴിയിൽ മരിച്ച നീ രക്ഷപ്പെട്ടു, ഈ പോകുന്ന വഴിയിലാണ് നീ മരിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.